أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب ما قدر الله حق قدره إن الله لقوي عزيز الله يصطفي من الملائكة رسلا ومن الناس إن الله سميع بصير يعلم ما بين أيديهم وما خلفهم وإلى الله ترجع الأمور صدق الله العلي العظيم. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെയൊക്കെ പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ, അവൻ്റെ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങളെല്ലാം നീ തുണയ്ക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെല്ലാം നീ സ്വീകരിക്കണമേ റബ്ബേ. ഇതിനുവേണ്ടി പല രൂപത്തിൽ ത്യാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പല രൂപത്തിൽ വൈജ്ഞാനികമായും സാങ്കേതികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. റഹ്മാൻ റബ്ബേ, അവരോടൊക്കെ ഈ സഹകരണങ്ങളെ വലിയ പ്രതിഫലം നൽകി നീ സ്വീകരിക്കണമേ നാഥ. ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറ അൽ ഹജ്ജിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. 72 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഏറ്റവും അവസാനം പറഞ്ഞു വച്ചിരുന്നത്
സത്യനിഷേധികൾ, ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കുകൾ അവരുടെ ആരാധനകൾക്ക്, അവരുടെ വിശ്വാസത്തിന് യാതൊരു അടിത്തറയുമില്ല. പ്രാമാണികമായൊരു തെളിവ് അവർക്ക് ഉദ്ധരിക്കാനില്ല. ബുദ്ധിപരമായ എന്തെങ്കിലും തെളിവും അതിന് സമർപ്പിക്കുവാൻ അവരുടെ കയ്യിലില്ല. അങ്ങനെയുള്ള ആളുകൾ സത്യത്തിനെതിരിൽ നിരന്തരമായി പല രൂപത്തിലുള്ള പ്രചാരവേലകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികൾ, സഹോദരങ്ങൾ, ഇവർക്ക് മേൽ ഈ ആയത്തുകൾ, ദൈവികമായ ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ ഈ സത്യനിഷേധികളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു. ഒന്ന്, ആയത്ത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് വളരെ വെറുപ്പ്, അതിശക്തമായ വിരോധം, വിദ്വേഷമൊക്കെ അവരുടെ മുഖഭാവത്തിൽ നിന്ന് കാണാൻ കഴിയും. തഅരിഫു ഫി വുജൂഹിഹിം ഫി വുജൂഹിൽ ലദീന കഫറു അൽ മുൻകർ എന്ന് മാത്രമല്ല, അവർ ഈ ആയത്ത് ഓതി കേൾപ്പിക്കുന്ന ആളുകളെ കയ്യേറ്റം ചെയ്യാൻ വരെ ആയിട്ടുണ്ട്. യക്കാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാത്തിന. ഉത്തരം പറയാൻ അവർക്കില്ല. വളരെ കൃത്യമായി യുക്തിയോട് സംവദിക്കുന്ന, മനുഷ്യരുടെ ചിന്തയുണർത്തുന്ന രൂപത്തിലാണ് തൗഹീദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ നേരിടുവാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നുള്ള രൂപത്തിൽ ഈ അക്രമം കൊണ്ട് ഈ ആദർശത്തെ നേരിടുവാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, പ്രവാചകനോട് പറയുക, താങ്കൾ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ഇതിനേക്കാൾ ഭയാനകമായ, ഇതിനേക്കാൾ ഭീകരമായ, ഇതിനേക്കാൾ മോശമായൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് അവർക്ക് നരകാഗ്നിയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിരുന്നത്. ഇനി ഏറ്റവും അവസാനം 73-ാമത്തെ ആയത്തിൽ പറയുന്നത്, മുഴുവൻ ലോക മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഈ സത്യനിഷേധത്തിൻ്റെ അടിസ്ഥാന രാഹിത്യം അല്ലെങ്കിൽ അതിൻ്റെ പൊള്ളത്തരം കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതിമനോഹരമായ ഒരു ഉപമയിലൂടെ, ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും സത്യനിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ബഹുദൈവ ആരാധനകളുടെ പൊള്ളത്തരവും വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലവിജ്തമഉ ലഹു വഇൻ യസ്ലുബ്ഹുമുദ്ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു ളഅഫത് ത്വാലിബു വൽ മത്ലൂബ്. 73-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രഥമ അഭിസംബോധിതർ എന്ന് പറയുന്നത് അവിടെയുള്ള അറേബ്യയിലുള്ള ഈ വിഭാഗമാണ്. അതിൽ സത്യവിശ്വാസികളുണ്ടാവും, സത്യനിഷേധികളുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുത്തെ മനുഷ്യർ കുറേ കാലം കഴിഞ്ഞു, 10-14 നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മെയാണ് വിളിക്കുന്നത്. നമ്മെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ ലോകത്തുള്ള മനുഷ്യരായ മുഴുവൻ ആളുകൾ, എല്ലാ കാലത്തേക്കുള്ള വിളിയാത്. യാ അയ്യുഹന്നാസ്. എന്നിട്ട് എന്താ പറയുന്ന നോക്ക്, ളുരിബ മസൽ. ലറബ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ഉപമ. ഇതാ ളുരിബ മസൽ, ഒരു ഉപമ ഇതാ പറയുകയാണ്, പറയപ്പെട്ടി. ളുരിബ മസൽ, ഒരു ഉദാഹരണം ഇതാ, പിടിച്ചോളൂ. ഒരു ഉപമ ഇതാ. എന്താ ഉദാഹരണം? ഫസ്തമിഉ ലഹു എന്ന് മാത്രമല്ല, ഉദാഹരണം ഇതാ, അല്ലെങ്കിൽ ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഫസ്തമിഉ ലഹു, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സമിഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു എന്നാ. ഇസ്തമ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇസ്തമിഅ എന്ന് പറയും സാധാരണ, ശ്രദ്ധിച്ച് കേൾക്കുക. ലിസൺ എന്നൊക്കെ പറയും പോലെ. ഫസ്തമിഉ ലഹു, നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണം. നോക്ക്, കാരുണ്യവാന റബ്ബ് വളരെ മഹത്തരമായൊരു ഉദാഹരണം പറയുകയാണ്. തൗഹീദിൻ്റെ ശ്രേഷ്ഠത പറയുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ബഹുദൈവ ആരാധനയുടെ അതിൻ്റെ പൊള്ളത്തരത്തെ വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. യാ അയ്യുഹന്നാസു ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു. അല്ലയോ ജനങ്ങളെ, ഇതാ ഒരു ഉദാഹരണം,
നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ പറയുന്നത്? ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ ലഹ്. ഇതാണ് അള്ളാഹു പറയുന്ന ഉദാഹരണം. പടച്ചറബ് വിശുദ്ധ ഖുർആനിൽ പലതരത്തിൽപ്പെട്ട ഉദാഹരണങ്ങൾ പറയുന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഹക്കും ബാത്തിലും, നുരയും പതയും, അതുപോലെ നല്ല വെള്ളവും, കുത്തിയൊലിക്കുന്ന വെള്ളവും അതിൻ്റെ മുകളിലുള്ള നുരയും പതയും ഹക്കിനെയും ബാത്തിലിനെയും ഉദാഹരിച്ചതാ. ഹക്ക് വെള്ളമാണ്, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും ജീവദായി ആയിട്ടുള്ള വെള്ളം. അതേസമയത്ത് അതിൻ്റെ മുകളിലുള്ള നുരയും പതയും കാണാനാതാ ഉണ്ടാവുക, പക്ഷേ ഒന്നിനുമില്ലത്, ഒന്നിനും കൊള്ളൂല. അതുപോലെ പലതരത്തിൽപ്പെട്ട ഉദാഹരണങ്ങൾ. ഇവിടുത്തെ ഉദാഹരണം ഇതാണ്: ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, നിശ്ചയമായും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. ഇന്നല്ലദീന തദ്ഉന, മൊത്തം മനുഷ്യരെ വിളിച്ചു വരുത്തിയിരിക്കുക കേട്ടോ. യാ അയ്യുഹന്നാസ് ളുരിബ മസൽ ഫസ്തമിഉ ലഹ്. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, എന്താ അവരെ പറ്റി പറയുന്നത്? ലൻ യഖ്ലുഖു ദുബാബൻ, ഖലഖ യഖ്ലുഖു, സൃഷ്ടിക്കുക, ഉണ്ടാക്കുക. ലൻ യഖ്ലുഖു, ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടാക്കുക സാധ്യമല്ല, അവർ ഉണ്ടാക്കുകയില്ല, ഒരിക്കലും ഇല്ല എന്നുള്ളതിനെ ലൻ എന്ന് പറയും, നെവർ. ലൻ യഖ്ലുഖു, അവർ ഒരിക്കലും സൃഷ്ടിക്കുകയില്ല. ദുബാബൻ, ദുബാബ് എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. ദുബാബൻ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിക്കുക സാധ്യമല്ല. വലവു ഇജ്തമഉ ബിഹി, വലവിജ്തമഉ ബി എന്ന് ഓതും. വലൗ ഇജ്തമഉ ബിഹി, ഇജ്തമഅ ഒരുമിച്ച് കൂടുക. വലൗ ഇജ്തമഉ ബി, അവർ അതിനു വേണ്ടി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ പോലും. എന്താ പറഞ്ഞു നോക്ക്? ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പലതരത്തിൽപ്പെട്ട ദൈവങ്ങൾ, ദേവന്മാർ, ദേവതകൾ, മലക്കുകൾ, പ്രവാചകന്മാർ, പുണ്യാത്മാക്കൾ, ആരൊക്കെയാണോ ഇവർ വിളിച്ച് സഹായം തേടുന്നത് അവരെല്ലാം, മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരും, ബിംബങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ആരോ ആവട്ടെ, അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരാവാം, സമ്പത്താവാം, എന്തു ആവാം. പടച്ചറബല്ലാതെ നിങ്ങൾ ആരൊക്കെ ആശ്രയിക്കുന്നുണ്ടോ അവരെല്ലാം ലൻ യഖ്ലുഖു ദുബാബൻ, അവർക്കാർക്കും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുവാൻ ആവില്ല. ലൻ യഖ്ലുഖു, കഴിയില്ല എന്നാ വരാനിരിക്കുന്ന പറയുന്നത്. ലൻ യഖ്ലുഖു, അവർക്ക് കഴിയില്ല, സൃഷ്ടിക്കാനാവില്ല. ദുബാബൻ, ഒരു ഈച്ചയെ പോലും. വലൗ ഇജ്തമഉ ബിഹി, അവർ എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ പോലും ഒറ്റക്കാർക്കും കഴിയില്ല. എന്ന് മാത്രമല്ല, ഇപ്പറഞ്ഞ എല്ലാ തരത്തിൽപ്പെട്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിൽപ്പെട്ട ദൈവങ്ങളുണ്ട്. മക്കയിൽ അന്ന് അവർ പൂജിച്ചു കൊണ്ടിരുന്ന കുറച്ച് ദൈവങ്ങൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, ലാത്ത, ഉസ്സ, മനാത്ത് എന്നൊക്കെ. അതൊന്നുമല്ല, ഇന്നിപ്പോൾ അതൊന്നും അല്ലല്ലോ. വേറെ പല ദൈവങ്ങൾ. അത് കാലം മാറുന്നതിനനുസരിച്ച് ദൈവങ്ങളൊക്കെ പുതിയത് കടന്നു വരും. അതുപോലെ നാട് മാറുന്നതിനനുസരിച്ച്, അതിർത്തികൾ മാറുന്നതിനനുസരിച്ച്, ഭാഷ മാറുന്നതിനനുസരിച്ച്, ആളുകളുടെ ഭൂഖണ്ഡങ്ങൾ മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ചൊക്കെ പുതിയ ദൈവങ്ങൾ ആരൊക്കെ വന്നാലും ഇവരെല്ലാം ഒന്നു ചേർന്നാലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുവാൻ അവർക്ക് ആവില്ല. എന്നിട്ട് എന്താ പറയുക നോക്ക്? വഇൻ യസ്ലുബുഹുമുദ്ദുബാബു ഷൈഅ, സലബ യസ്ലുബു എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക എന്നാണ്. സ്നാച്ചിങ്, തട്ടിയെടുക്കുക. വഇൻ യസ്ലുബുഹുമുദ്ദുബാബു, ഈച്ച, ആ ഈച്ച എന്തെങ്കിലും തട്ടിയെടുത്താലോ, ഷൈഅൻ, എന്തെങ്കിലും ഒരു കാര്യം തട്ടിയെടുത്താലോ, ലാ യസ്തൻഖിദൂഹു മിൻഹു, ആ തട്ടിയെടുത്ത കാര്യത്തെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ പോലും ഇവർക്കാവില്ല. ഇസ്തൻഖദ എന്ന് പറഞ്ഞാൽ രക്ഷിച്ചെടുക്കുക. അൻഖദ, ഇസ്തൻഖദ, രക്ഷിച്ചെടുക്കുക. യസ്തൻഖിദൂഹു, ആ കാര്യത്തെ അവർക്ക് രക്ഷിച്ചെടുക്കുവാൻ കഴിയില്ല. മിൻഹു, ആ ഈച്ചയിൽ നിന്ന്. ലാ യസ്തൻഖിദൂഹു മിൻഹു. ലഅഫ ത്വാലിബു വൽ മത്ലൂബ്. ലഅഫ എന്ന് പറഞ്ഞാൽ ബലഹീനമായി, ദുർബലമായിരിക്കുന്നു. ആര്? ത്വാലിബും മത്ലൂബും. ത്വാലിബ്, ത്വലബ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു എന്നാ. ത്വാലിബ് ആവശ്യപ്പെടുന്നവന്, അപേക്ഷകൻ. മത്ലൂബ്, ആരോടാണോ അപേക്ഷിക്കുന്നത് അയാൾ, അപേക്ഷിക്കപ്പെടുന്നവൻ. രണ്ടും ദുർബലരാണ്. എത്ര മനോഹരമായ ഉദാഹരണം എന്നറിയോ? ഒന്നുകൂടി നോക്ക് ആയത്തിൻ്റെ അർത്ഥം. മൊത്തം മനുഷ്യരെയാണ് വിളിക്കുന്നത്. എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് പറയാണ്, ഹേ മനുഷ്യരെ, ഇതാ ഒരു ഉദാഹരണം.
നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് കൂടി. ഫസ്തമിഉ ലഹു. എന്താ പറഞ്ഞത്? അല്ലാഹു അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ആരോ ആവട്ടെ, അവർക്ക് ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുവാൻ ആവില്ല. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നാൽ പോലും. എന്ന് മാത്രമല്ല, ഈ ഈച്ച അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താലോ ആ തട്ടിയെടുത്ത സാധനത്തെ ഈച്ചയിൽ നിന്നും പിടിച്ചെടുക്കുവാനും ഇവർക്ക് സാധ്യമല്ല. ലഅഫ ത്വാലിബു വൽ മത്ലൂബ്. അപേക്ഷകനും അപേക്ഷ സമർപ്പിക്കപ്പെടുന്നവനും രണ്ടുപേരും ദുർബലരാണ്. ഇതാണ് മനോഹരമായ ഉദാഹരണം. ആദ്യം വിളിച്ചത് മൊത്തം മനുഷ്യരെയാണ്. ഒറ്റ കണ്ടീഷൻ, അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം, അതിലെല്ലാം ഉണ്ട്. ദൈവങ്ങൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. കാരണം ലോകത്ത് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് തെറ്റായി കഴിഞ്ഞാൽ എല്ലാം തെറ്റും. ദൈവവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ബഹുഭൂരിഭാഗം ആളുകൾ ദൈവവിശ്വാസികളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് 99% ആളുകൾ എടുത്താലോ ദൈവവിശ്വാസികളാണ്. ദൈവത്തിൽ വിശ്വസിക്കും. പക്ഷേ ദൈവത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നു? എങ്ങനെയുള്ളവനാണ് ദൈവം? ഓരോരുത്തരും വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ സിഫാത്തുകൾ വളരെ പ്രധാനമാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലായി. ഒരുപക്ഷെ നിരീശ്വരവാദം പോലും ഉണ്ടാവാൻ കാരണം എന്താണോ? ദൈവവിശ്വാസമാണ്. ആളുകളുടെ തെറ്റായ വിശ്വാസം കാരണമായിട്ടാണ് ഈ ദൈവത്തോട്, മതത്തോടൊക്കെ അതിശക്തമായ വെറുപ്പ് ആളുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയോ? വെറുതല്ല, ഇവരുടെ തെറ്റായ വിശ്വാസം കാരണമായിട്ടാണ്. അതുകൊണ്ട് തെറ്റായ വിശ്വാസം ഉണ്ടാവരുത്. നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഒരു ശക്തിയേ ഉള്ളൂ, അത് അല്ലാഹു ആണ്. അല്ലാഹു അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു അർഹതയുമില്ല. അവരൊക്കെ ലഈഫ്, ദുർബലരാണ്. എന്താ അതിന് ഉദാഹരണം പറഞ്ഞെന്നറിയോ? ഒരു നിസ്സാരമായ ഒരു ജീവി, ഈച്ച. നമുക്ക് ധാരാളം ജീവികളുണ്ട്, നമുക്കറിയില്ല. കോടിക്കണക്കിനായ സ്പീഷീസ്, പലതരത്തിൽപ്പെട്ട ജന്തുവർഗ്ഗങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമുക്കറിയില്ല, അറിയാത്തത് ധാരാളമാണ്. പക്ഷേ ഈ പറഞ്ഞ ദുബാബ് നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. ഈച്ച നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. ഭയങ്കര ശല്യം, അതിനെക്കൊണ്ട് ഭയങ്കര ശല്യമാണ്. അത് ധാരാളം രോഗാണുക്കളൊക്കെ കൊണ്ട് പരത്താറുണ്ട്. രോഗമൊക്കെ വരാനുള്ളൊരു കാരണം ഈച്ചയായി മാറാറുണ്ട് പലപ്പോഴും. ആ ഈച്ച നിസ്സാരമായ ജീവിയാണ്. പക്ഷേ ആ നിസ്സാരമായ ജീവിയെ സൃഷ്ടിക്കുവാൻ പോലും നിങ്ങളെല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കുന്ന പരദൈവങ്ങളുണ്ടല്ലോ, പരകോടി ദൈവങ്ങൾ, അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ പോലും ഈ ഒരൊറ്റ നിസ്സാര ജീവിയെപ്പോലും സൃഷ്ടിക്കാൻ ആവില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഈച്ച നിസ്സാര ജീവിയെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ ഈച്ച അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്. ആ നിസ്സാരമായ ജീവി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായ പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ പറയുന്നത് അത്ഭുതകരമായ ശരീരഘടന. നിസ്സാരമായ ഈച്ചയ്ക്ക് അത്ഭുതകരമായ ശരീരഘടന. അതിലേറ്റവും എടുത്തു പറയേണ്ടതിൻ്റെ കണ്ണാണ്. ഈച്ചയുടെ കണ്ണിനെ സംബന്ധിച്ച് പറയും. നമുക്കൊരു കണ്ണുണ്ട്, അള്ളാഹു നൽകിയ 2 കണ്ണുകൾ നമുക്ക്. ആ കണ്ണുകൾ നേരെയാണ് കാണുക. നമ്മൾ ബാക്കിലുള്ള നമ്മൾ കാണുന്നില്ലല്ലോ, നമ്മൾ മുന്നിലാണ് കാണുന്നത്. നമ്മളുടെ കണ്ണിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു 120 ഡിഗ്രി വരെയൊക്കെ കാണാൻ പറ്റും. 120 ഡിഗ്രി വരെയൊക്കെ ഉണ്ടാവും. ഈച്ചയ്ക്ക് എത്രയാണെന്നറിയോ? 360 ഡിഗ്രിയാ. റൗണ്ട് ദ സർക്കിൾ, ചുറ്റിലുള്ളത് കാണാം. ഈച്ചയുടെ പഠനം എടുത്തു നോക്കൂ, ചുറ്റിലുള്ളത് കാണാം. എന്ന് മാത്രമല്ല, നമുക്കൊരു ലെൻസാണ്. 1000കണക്കിന് ലെൻസുകളാണ് ഈച്ചയുടെ കണ്ണിലുള്ളതെന്നാണ് പറയുന്നത്. 1000കണക്കിൽ 3000 to 6000 എന്നാണ് ലെൻസുകൾ ഈച്ചയുടെ കണ്ണിലുണ്ട്. അപ്പോൾ നിസ്സാര ജീവിയല്ല, നമ്മൾക്ക് പറയും നിസ്സാരമാണെന്ന് അല്ലേ? ഈച്ച കൊതുക്, ഉറുമ്പ്, ഓരോന്നിനെ പറ്റിയും പഠിച്ചു നോക്കുക. മഹത്തരമായ സൃഷ്ടി വൈഭവങ്ങൾ, അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയാണ്, കഴിയില്ല. ഇവരെല്ലാവരും കൂടെ ചേർന്നാലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുവാൻ അവർക്ക് സാധ്യമല്ല. അത് രസകരമായ മറ്റൊരു കാര്യം കൂടി അള്ളാഹു ചേർത്തു. സൃഷ്ടിക്കണ്ട. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം കേട്ടോ ഖാലിഖ് എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് അള്ളാഹു അല്ലാതെ ഖാലിഖായിട്ടൊരു ശക്തിയുമില്ല, ഒന്നുമില്ല. അള്ളാഹു മാത്രമാണ് സൃഷ്ടിപ്പ് നടത്തുന്നവൻ. ഈ അള്ളാഹു സൃഷ്ടിച്ച കാര്യം എടുത്തിട്ട് രൂപമാറ്റം വരുത്തി വേറെ പലതും ഉണ്ടാക്കുക, അതിന് ഖാലിഖ് എന്ന് പറയില്ല നമ്മൾ. അതിന് വേറെ അതുണ്ടാക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ പേരുകൾ നമ്മൾ പറയും. സ്രഷ്ടാവ് അത് അള്ളാഹുവാണ് സ്രഷ്ടാവ്. അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയ ഈച്ചയെ സംബന്ധിച്ചു അത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. സൃഷ്ടിക്കണ്ട. ഈച്ച ഇതിൻ്റെ
ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വിഗ്രഹമാണെന്ന് വിചാരിച്ചോ, അല്ല നിങ്ങൾ പൂജിക്കുന്ന ഒരു ആൾ ദൈവമാണെന്ന് വിചാരിച്ചോ, ആ ആൾ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നൈവേദ്യങ്ങളുണ്ടല്ലോ, നിവേദ്യങ്ങളായിട്ട് സമർപ്പിച്ച് കുറേ സംഗതികളുണ്ടാവും അല്ലേ? പായസം കൊടുക്കുന്നുണ്ട്, പലഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്, പഴങ്ങൾ വെക്കുന്നുണ്ട്, പാലഭിഷേകം, നെയ്യഭിഷേകം, പല രൂപത്തിൽ അഭിഷേകങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ഒരു ഈച്ച വന്നിരുന്നു. അതിൻ്റെ മൂക്കിൻ തുമ്പത്ത് വന്നിരുന്ന ഒരു ഈച്ചയെ ആട്ടിയകറ്റാൻ പോലും ഇവയ്ക്കാവില്ല. ഈച്ച ഇവരുടെ അടുത്ത് നിന്ന് കട്ട് കൊണ്ടുപോകുന്ന, തട്ടിയെടുക്കുന്ന ഒരു പദാർത്ഥത്തെ തിരിച്ചെടുക്കുവാൻ ഇവർക്ക് സാധ്യമല്ല. സ്വന്തം മൂക്കിൻ തുമ്പത്ത് വന്നിരിക്കുന്ന ഈച്ചയെ തട്ടിമാറ്റാൻ കഴിവില്ലാത്തൊരു ശക്തിയോട് ഒരു മനുഷ്യൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചാൽ എത്രമാത്രം മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്. ആ പൊള്ളത്തരത്തെയാണ് ഖുർആൻ ഇവിടെ വലിച്ചു കീറുന്നത്. നോക്കുങ്ങൾ, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിൻ്റെ വിശ്വാസം ശരിയായ രൂപത്തിൽ മനസ്സിൽ ലോകത്തോട് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവനിരാസ കഴിയില്ല, ദൈവത്തെ നിരസിക്കാൻ കഴിയില്ല. ഇതിന് ദൈവത്തെ തള്ളിക്കളയാൻ, ഈശ്വരനെ തള്ളിക്കളയാൻ കഴിയില്ല. എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പറയുന്നത് ഇവർക്ക് മറ്റ് ദൈവങ്ങൾ, അല്ലാഹു അല്ലാതെ, ഏകനായ സ്രഷ്ടാവായ അല്ലാഹു അല്ലാതെ ഇവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സംഗതികളും എല്ലാം ദുർബലരാണ് എന്നാണ് പറയുന്നത്. ലഅഫ, ദുർബലരാണ്, ദൗർബല്യമാണ്, ഒരു കഴിവുമില്ല അതിന്. ഈ പറഞ്ഞില്ലേ, ഒരു ഈച്ചയെ ആട്ടാൻ പോലുള്ള ശേഷിയില്ലാത്തൊരു വിഗ്രഹം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്തമാണത്, എന്ത് മൗഢ്യമാണ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൾ ദൈവങ്ങൾ, വലിയ വമ്പിച്ച ജനങ്ങളുടെ എന്താ പറയുക, ലക്ഷങ്ങളുടെ അനുയായി വൃന്ദമുള്ള ആളുകളൊക്കെ ഉണ്ട്. വമ്പിച്ച സാമ്പത്തികമായ സ്രോതസ് അവർക്കുണ്ട്. അവരുടെ ശരീരത്തിലൊരു കൊതുക് വന്ന് കടിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു ഉറുമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈച്ച അവരുടെ ശരീരത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? ഒരു ഈച്ചയെ പിടിക്കാൻ ഭയങ്കര പാടാ. ഇത് അതിൻ്റെ ഒരു ഈച്ചയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വേറെ പറയാനുണ്ടാവും. അതിലൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ കണ്ണാണ്. ഏത് ഭാഗത്ത് വന്നാലും ഒരു പ്രത്യേക കാഴ്ചയാണ് അതിന്. ഒരു സിംഗിൾ വിഷനല്ല ഉണ്ടാവും, മൾട്ടി വിഷനാണ്. എല്ലാം ഒരേ സമയത്ത് കാണും. അതിന് ഭയങ്കര കാഴ്ചയാണ്. ആയിരക്കണക്കിന് ലെൻസുകൾ അതിൻ്റെ കണ്ണിൽ, 360 ഡിഗ്രിയിൽ അത് കറങ്ങുക, എല്ലാ ഭാഗത്തും സുഖമായിട്ട് കാണും. അതുകൊണ്ട് ഈച്ചനെ എങ്ങനെ പിടിച്ചാലും തള്ളിടാൻ കഴിയില്ല. ആ ഈച്ചയെ ആട്ടിയകറ്റാൻ കഴിയാത്ത ഈ ആളുകളോടാണോ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ലഅഫ ത്വാലിബു വൽ മത്ലൂബ്. മനോഹരമായൊരു പ്രയോഗമാണ് ലഅഫ ത്വാലിബു വൽ മത്ലൂബ്. ത്വാലിബും മത്ലൂബും ദുർബലനായിപ്പോയി. ആരാ ത്വാലിബ്? അപേക്ഷ സമർപ്പിക്കുന്നവനാ. അപേക്ഷ സമർപ്പിക്കുന്നവൻ ദുർബലനായതുകൊണ്ടാണ് സമർപ്പിക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, എനിക്കിതാ ഗുരുതരമായ രോഗം വന്നിട്ടുണ്ട്, എൻ്റെ രോഗം സുഖപ്പെടുത്തണമേ. ആരോടാ പറയേണ്ടത്? അതിനേക്കാൾ വലിയ രോഗം കൊണ്ട് സഹിക്കുന്ന, അല്ലെങ്കിൽ ദൗർബല്യം പേർന്ന ഒരാളോടാണോ പറയേണ്ടത്? സ്വന്തത്തിനൊരു രോഗം വന്നാൽ, ഒരു പനി വന്നാൽ ചികിത്സിക്കുവാൻ വേണ്ടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുന്ന ദൈവത്തോട് വേറൊരുത്തം വന്ന് പറയാ, എൻ്റെ ക്യാൻസർ മാറ്റിത്തരണേന്ന്. ലഅഫ ത്വാലിബു വൽ മത്ലൂബ്. അപേക്ഷകനും ദുർബലനാണ്, അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലനാണ്. അല്ലാഹുവാണ് കഴിവുള്ളവൻ. ലഅഫ ത്വാലിബു വൽ മത്ലൂബ്. തീർന്നില്ല. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. എന്താ പ്രശ്നം എന്നറിയോ? ദൈവത്തെ സംബന്ധിച്ച ആളുകളുടെ സങ്കല്പം എന്താ? മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അതാണ് പ്രശ്നം. ഖദറ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് വിലമതിക്കുക എന്നൊക്കെ പറയാം. മാ ഖദറുല്ലാഹ, അള്ളാഹുവിനെ അവർ കണക്കാക്കിയിട്ടില്ല, വിലമതിച്ചിട്ടില്ല. ഹഖ്ഖ ഖദ്രിഹി, ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ ഖദറും, ആ മതിപ്പ് കൊടുത്തുകൊണ്ട് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. കുറേ ദൗർബല്യങ്ങളാ. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല, മതിക്കേണ്ട വിധം മതിച്ചിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയമായും അല്ലാഹു അതിശക്തൻ തന്നെയാണ്. ലഖവിയ്യുൻ അസീസ്, പ്രതാപവാനാണ്, അജയ്യനാണ്. മാ ഖദറുല്ലാഹ ഹഖ്. അതാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദൈവങ്ങൾ, പലതരത്തിൽപ്പെട്ട ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്തറിയോ? അള്ളാഹു ആരാന്ന്. ഇപ്പോൾ മക്കയിലുള്ള ബഹുദൈവാരാധകരെ സംബന്ധിച്ച് എന്താണെന്നറിയോ? അവർ അള്ളാഹുവിനെ നിഷേധിച്ച ആൾക്കാരല്ല.
നമ്മുടെ നാട്ടിലുള്ള മുശ്രിക്കുകൾ എടുത്തു നോക്കുക നിങ്ങൾ, ബഹുദൈവ ആരാധകരായിട്ടുള്ള ആൾക്കാർ. അവരും പരമേശ്വരൻ സ്രഷ്ടാവ് എന്നൊക്കെ ഒരാളെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? ആ സ്രഷ്ടാവിൻ്റെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ആ സ്രഷ്ടാവിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്രഷ്ടാവിൻ്റെ സബ്ബായിട്ട് വേറെ കുറേ ഉണ്ട് എന്ന് അവരുടെ സങ്കല്പം. എന്താ കാരണം? മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ, വിലമതിക്കേണ്ട രൂപത്തിൽ ഇവർ കണ്ടിട്ടില്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ചില ആൾക്കാർ പറയൂ, എന്താ പറയുക, നേരിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ പോയി പറയുന്നത് ശരിയാവില്ല. അതിശക്തമായ ഹൈ ടെൻഷൻ ലൈനിൽ നിന്ന് നേർക്കുനേരെ വീട്ടിലേക്ക് കറണ്ട് എടുക്കാൻ പറ്റുമോ? അതിന് വേണ്ടേ ട്രാൻസ്ഫോമർ? എന്നിട്ട് അവിടെ ചെന്നിട്ട് അതിങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എടുക്കേണ്ട നമ്മൾ കറണ്ട്, അല്ലാതെ ഹൈ ടെൻഷൻ ലൈനിൽ എങ്ങനെ നമ്മൾ കറണ്ട് എടുക്കുക? അവർ വിചാരിച്ച ഹൈ ടെൻഷൻ ലൈനാണ് അള്ളാഹുന. നമ്മൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് നേർക്ക് നേരെ ചെന്ന് നമ്മുടെ ആവലാതി ബോധിപ്പിക്കാനാവുമോ? അതിന് കുറേ പ്രോസസ്സ് ഇല്ലേ? അവരിലൂടെ കടന്നു പോവണ്ടേ? അവരുടെ വിചാരം പ്രധാനമന്ത്രിയാണ് അള്ളാഹു എന്നാണ്. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം ഇവരാരും കണക്കാക്കിയിട്ടില്ല. ആരാ അള്ളാഹു? ലഖവിയുൻ അസീസ്, അള്ളാഹു അതിശക്തനാണ്, അസീസ് പ്രതാപവാനാണ്. അതിശക്തനാണ്, പ്രതാപവാനാണ്. അള്ളാഹു പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേറെ എവിടെയും പോവണ്ട. ഏതെങ്കിലും മഖ്ബറയിൽ, ഏതെങ്കിലും വലിയിൻ്റെ അടുത്ത്, ഏതെങ്കിലും ഷെയ്ഖിൻ്റെ അടുത്ത്, മരണപ്പെട്ടു പോയ മഹാന്മാരുടെ അടുത്ത് ഒന്നും പോവേണ്ടതില്ല. ഇദാ സഅലക ഇബാദി അന്നി, എന്നെപ്പറ്റി, ദൈവത്തെപ്പറ്റി ചോദിച്ചാൽ പറഞ്ഞേക്ക്, ഇന്നി ഖരീബ്, ഞാൻ തൊട്ടടുത്താണുള്ളത്. എവിടെ ഈ ഖരീബ് എന്ന് പറഞ്ഞാൽ എവിടെ? എൻ്റെ അടുത്ത്, നിങ്ങളുടെ അടുത്ത്, നമ്മിൽ ഓരോരുത്തരുടെയും അടുത്ത്. ഇന്നി ഖരീബ്. അതുകൊണ്ട് ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ ഉത്തരം നൽകും. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊക്കെ ഉത്തരം നൽകി ഞാൻ അടുത്തുണ്ട്. അള്ളാഹു പറയാ, നമുക്ക് കാണാനാവില്ല, അള്ളാഹു അടുത്തുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പം. ഇത് മാറ്റരുത്. ഇത് മാറ്റിയാൽ ആകെ മാറും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ മുസ്ലിം സമുദായത്തിൽ പോലും ഇത് കടന്നു വരുന്ന പ്രശ്നങ്ങൾ, ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കാമെന്നറിയോ? ആളുകൾക്ക് ദൗർബല്യം കൂടും, അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടിക്കൊണ്ടിരിക്കും, വമ്പച്ച പ്രശ്നങ്ങൾ ഉണ്ടാവും, സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും, ആളുകളുടെ നന്മകളൊക്കെ നശിച്ച് തിന്മകൾ ധാരാളമായിട്ട് വർദ്ധിക്കും. എന്താ കാരണം എന്നറിയോ? ചില ആളുകളുടെ ധാരണ, ഇന്ന ആളുകൾ, ഇന്ന ഷെയ്ഖ്, മുഹൈദ്ദീൻ ഷെയ്ഖ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ, അതൊക്കെ ഞങ്ങളുടെ ശുപാർശകരാണ്, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ അവരെല്ലാം സന്നദ്ധരാണ്, അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തണം. എന്നിട്ട് പടച്ച റബ്ബിന് നിവേദ്യങ്ങൾ അർപ്പിക്കുന്നതിന് പകരം, അള്ളാഹുവിൻ്റെ പേരിൽ നേർച്ച ചെയ്യുന്നതിന് പകരം, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പൂജകളും നേർച്ചകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപാരമായ ഗുരുതരമായ വീഴ്ചയാണത്. അത് തിരുത്തുകയാണ് ഖുർആൻ. അത് അവിടെ മാത്രമല്ല, മുശ്രിക്കുകളോടാണ് പറയുന്നത്. അതിൽ ഷിർക്കിൻ്റെ ഏത് രൂപം, ഇനിയിപ്പോൾ അത് മാത്രമാക്കണ്ട. ചില ആളുകൾക്ക് അതൊന്നുമല്ല, അതൊന്നും പ്രശ്നമില്ല, സമ്പത്തായിരിക്കും ദൈവം. അങ്ങനെയുണ്ട്. ഷിർക്ക് ഈ പറഞ്ഞ വിഗ്രഹങ്ങളുടെ രൂപത്തിലോ ഷെയ്ഖന്മാരുടെ രൂപത്തിലോ അല്ലെങ്കിൽ ദേവന്മാരുടെ രൂപത്തിലോ മലക്കുകളുടെ റസൂലുകളുടെ രൂപത്തിലൊന്നും അല്ല, അല്ലാതെയോ ആവാം. അത് സ്ഥാനമാനങ്ങളാവും, ചിലപ്പോൾ ഏതെങ്കിലും പദവികളാവും, ചില സന്ദർഭങ്ങളിൽ സമ്പത്താവാം, ഒക്കെ ആവാം. ഇതിനോടൊക്കെ ഇതെല്ലാം ദുർബലമാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളെ ബാധിച്ച രോഗം മാറ്റാൻ പടച്ച റബ്ബിനല്ലാതെ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ ആരൊക്കെ വിളിച്ചോ അവർക്കാർക്കും കഴിയില്ല. നിങ്ങൾക്ക് ബാധിക്കുന്ന നിസ്സാരമായ, എത്ര ഗുരുതരമാവട്ടെ എത്ര നിസ്സാരമാവട്ടെ, ഒന്നും മാറ്റിത്തരുവാൻ ഇവർക്കാർക്കും ആവില്ല എന്ന് പറയാം. എന്താ പ്രശ്നം? ഇങ്ങനെ സംഭവിക്കാൻ ആളുകളൊക്കെ വേറെയും ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ട പോലത്തെ മനസ്സിലാക്കിയിട്ടില്ല. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അതാണ് പ്രശ്നം. അത് തെറ്റായി പ്രചരിപ്പിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാവും സമൂഹത്തിൽ. ചെകുത്താൻ്റെ കൂട്ടാളികളായിരിക്കും അവർ. അപ്പോൾ ചില ആളുകൾ പറയും, ലോകം തന്നെ നിയന്ത്രിക്കുന്നത് വേറെ ആളുകളാണ്, അയാൾ പറഞ്ഞാൽ പിന്നെ എന്തും അള്ളാഹു കേൾക്കും, അള്ളാഹുവിൽ സ്വീകാര്യനാണ്. പടച്ചവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. റബ്ബ് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. റബ്ബ് പറയുകയാണ്, ഇതാ ഇന്ന വ്യക്തിയെ നിങ്ങൾ വിളിക്കുക, അയാളെ ഞാൻ സ്വന്തം ആളാണ്,
അയാളെ വിളിച്ച് ആവശ്യപ്പെട്ടാൽ ഞാൻ പറഞ്ഞു തരും. പ്രധാനമന്ത്രി അപ്പോയിൻ്റ് ചെയ്യും പോലെ അള്ളാഹു ഇവിടെ ആരെയും അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. പ്രധാനമന്ത്രിയോട് എങ്ങനെ ചോദിക്കുന്നല്ല ചോദിച്ചത്. പ്രധാനമന്ത്രി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു ഇവിടെ ആരെയും അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല തന്നെ സഹായിക്കുവാൻ വേണ്ടി. അള്ളാഹു പറഞ്ഞതറിയോ, നിങ്ങൾ ആരോടും വിളിക്കേണ്ട, ഞാൻ തൊട്ടടുത്തുണ്ട്, എന്നോട് ചോദിച്ചാൽ മതി. അതുകൊണ്ട് വേറെ സ്റ്റാഫിലൂടെ പോവേണ്ട കാര്യമില്ല. അവരുടെ ഏതെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അള്ളാഹുവിന് അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി ഇല്ല. മാ ഖദറുല്ലാഹ ഹഖ ഖദരി. അങ്ങനെ സങ്കല്പിക്കുന്നവർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹു അതിശക്തനാണ്, അസീസാണ്, പ്രതാപശാലിയാണ്. വേറെ ആളെ വെച്ചിട്ട് ഓട്ടേണ്ട ഒരു പരിപാടിയല്ല ഇത്. വേറെ ഏതെങ്കിലും ആളുകൾ ഒരു കൂട്ടുമുന്നണിയായിട്ട് ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹു അസീസാണ്, അജയ്യനാണ്, പ്രതാപവാനാണ്, കവിയാണ്. വീണ്ടും പറയുന്നു, അല്ലാഹു യസ്തഫീ മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ് ഇന്നല്ലാഹ സമീഉൻ ബസീർ. യസ്തഫി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുകയാണ്. കേടൊക്കെ മാറ്റിയിട്ട് ഉചിതമായതിനെ, ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിന് ഇസ്തഫ എന്ന് പറയുക. സഫാ എന്നാണ്, തെളിച്ചെടുക്കുക. എല്ലാ കേടുകൊക്കെ മാറ്റിയിട്ട് ഏറ്റവും ഉചിതമായതിനെ മാത്രം ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക. അതിനാണ് ഇസ്തഫ എന്ന് പറയുക. അല്ലാഹു യസ്തഫി, അള്ളാഹു തിരഞ്ഞെടുക്കുന്നു. ആരെ? മിനൽ മലായികതി, മലക്കുകളിൽ നിന്നും, റുസുലൻ, ദൂതന്മാരെ. എന്നിട്ടോ വ മിനന്നാസ്, മലക്കുകളിൽ നിന്ന് മാത്രമല്ല, മിനന്നാസ്, ജനങ്ങളിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുക്കും. ഇന്നല്ലാഹ സമീഉൻ ബസീർ. നിശ്ചയമായും അള്ളാഹു സമീഅ, എല്ലാം കേൾക്കുന്നവനാണ്, ബസീർ, എല്ലാം കാണുന്നവനാണ്. ഈ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് വീണ്ടും വരുന്നത്. ആളുകൾ, അധിക ബഹുദൈവ വിശ്വാസികളും കാര്യമായിട്ടും പ്രാർത്ഥിക്കുന്നത്, പൂജിക്കുന്നത് ഒന്നുകിൽ മലക്കുകളെയാണ്. ദേവന്മാർ, ദേവലോകം കേട്ടിട്ടുണ്ടാവും. ദേവന്മാരെയാണ്. ഓരോ ദേവന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആരാ മലക്കുകൾ? നിങ്ങൾ ഈ ദേവന്മാർ എന്ന് പറയുന്ന മലക്കുകൾ ആരാണ്? അള്ളാഹു നിശ്ചയിച്ച അവൻ്റെ അടിയാറുകളാണ്. ആ അടിയാറുകളിൽ അവൻ ചിലരെ പ്രവാചകന്മാരിലേക്ക് ദൂതന്മാരായിട്ട് പറഞ്ഞയക്കും. അമ്പിയാക്കളിലേക്കുള്ള ദൂതന്മാർ, പടച്ചറബിൽ നിന്നുള്ള സന്ദേശം മനുഷ്യരിൽപ്പെട്ട പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് മലക്കുകളുടെ കൂട്ടത്തിൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത്തരത്തിൽപ്പെട്ട ഒരു റസൂലാണ്. മനുഷ്യരിലുണ്ട് അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാർ, ലക്ഷത്തിച്ചില്ലാനം പ്രവാചകന്മാർ. അതിലേറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതെല്ലാം റുസുലം മിനന്നാസ്, ജനങ്ങളിൽ ദൂതന്മാരാണ്. അത് ജനങ്ങളിലേക്കുള്ള ദൂതന്മാർ. ഇവരൊക്കെ ദൂതന്മാരാ, അല്ലാതെ ദേവന്മാരല്ല. കൃത്യമായിട്ട് പറയാം. ചില പ്രവാചകന്മാരെ പൂജിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അയച്ചൊരു പ്രവാചകനാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകനാ. ഈസബിനു മറിയം, ഖുർആൻ ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുക. ഈസബിനു മറിയം, ഈസബിനു മറിയം. മറിയമിൻ്റെ പുത്രൻ ഈസ, മറിയമിൻ്റെ പുത്രൻ ഈസ. എന്താ മറിയം? ഒരു സ്ത്രീയാണ്. ആ മറിയമിൻ്റെ പുത്രൻ ആവർത്തി മനുഷ്യപുത്രനാണ്, ഒരു സ്ത്രീയുടെ മാതാവിൻ്റെ മകനാണ് എന്ന് കാണിക്കാൻ ഈസബിനു മറിയം എന്ന് പറയും. പക്ഷേ ഇവർ പറഞ്ഞു ഈസ ഇബ്നുല്ലാഹ്, അള്ളാൻ്റെ മകനാണ്, ദൈവപുത്രനാണ്. പടച്ചറബ് സൃഷ്ടിക്കാത്തതിനെ അവനിലേക്ക് ആരോപിക്കുകയാണ്. എന്നിട്ട് ഈസാ നബിയോട് പ്രാർത്ഥിക്കുകയാണ്. ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഉദാഹരണം. അതുപോലെ തന്നെയാണ് ദേവന്മാരെ, മലക്കുകളെ പൂജിക്കുന്ന മക്കയിലെ മുശ്രിക്കുകൾ ഒക്കെ ഉണ്ട്. അള്ളാഹു പറയാണ്, ഇവരെല്ലാം അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരാണ്. അള്ളാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വ മിനന്നാസ്. മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അള്ളാഹു ദൂതന്മാരെ തിരഞ്ഞെടുക്കും. എന്താ ദൂതന്മാരുടെ പണി? അള്ളാഹു കൊടുത്ത സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. വേറൊരു കഴിവും അവർക്കില്ല, ഒരു കഴിവുമില്ല. അള്ളാഹു കൊടുത്തതല്ലാത്തൊരു കഴിവുമില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ധാരാളം കഴിവുകളുണ്ടായിരുന്നു, പടച്ചറബ് കൊടുത്തത്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഈസാ നബി പാണ്ഡുരോഗികൾക്ക് സുഖപ്പെടുത്തുകയാണ്. കാഴ്ചയില്ലാത്ത ആളുകൾക്ക്, അന്ധരായ ആളുകൾക്ക് കാഴ്ച ശക്തി നൽകുന്നു. മരിച്ചു കിടക്കുന്ന മനുഷ്യരെ ജീവിപ്പിക്കുന്നു. ബി ഇതിനില്ല, എല്ലാ സ്ഥലത്തും കാണാം. ബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ, പടച്ചറബിൻ്റെ അനുമതിയോടുകൂടെ അള്ളാഹു കൊടുക്കുകയാണ് ചില കഴിവുകൾ. ആ കഴിവുകൾ മുഅ്ജിസത്തായിട്ടുള്ള അമാനുഷികമായ കഴിവുകൾ അള്ളാഹു കൊടുക്കുകയാണ്.
ഒരിക്കലും ഈസാ നബി പറഞ്ഞിട്ടില്ല ഇതൊക്കെ എൻ്റെ കഴിവാണ്, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യണം, പറഞ്ഞിട്ടേ ഇല്ല. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ലോകത്ത് വലിയൊരു വിഭാഗം, ലോകത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് ഈസയെ പൂജിക്കുന്ന ആളുകളാണ്. പരലോകത്ത് കൂട്ടിയിട്ട് വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹു ചോദിക്കും, അല്ല ഈസ, ഇവരോട് നീ പറഞ്ഞിരുന്നോ ഇങ്ങനെ നിന്നെ ആരാധിക്കാൻ? ഈസാ നബി പറയുന്നുണ്ട് അള്ളാഹുവിന്, പടച്ചറബേ, ഞാനുള്ള കാലത്ത് എന്താ പറഞ്ഞ് നീ അറിയുന്നുണ്ടല്ലോ, ഞാൻ പോകുന്നതിന് ശേഷം നീയാണ് അവിടുത്തെ മേൽനോട്ടക്കാരെന്ന് പറയുന്നുണ്ട്. അതിശക്തമായ ശിർക്ക്. പ്രവാചകന്മാരെ പൂജിക്കുന്നവർ, മലക്കുകളെ പൂജിക്കുന്നവർ, ഇവരൊക്കെ ആരാ? അള്ളാഹു പറയുന്നു, യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. ഇവരൊക്കെ അള്ളാഹു അയച്ച ദൂതന്മാരാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ. പടച്ചറബ് പറയുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കുവാൻ, നടപ്പാക്കുവാനുള്ള ദൂതന്മാർ. അവർക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, പടച്ചറബ് കൊടുക്കുന്ന കഴിവുകളല്ലാതെ. ഇന്നല്ലാഹ സമീഉൻ ബസീർ. നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അങ്ങനെ കേൾക്കുന്നവനോ കാണുന്നവരോ അല്ല ഈ മലക്കും ഈ പ്രവാചകനും. അവരൊക്കെ അള്ളാഹു കൊടുത്ത കഴിവുകൾ മാത്രം, അവരുടെ കാലത്തുള്ളത് മാത്രം. പ്രവാചകൻ തന്നെ നേർക്കുനേരെ പറയുന്നുണ്ട്, എന്നോടങ്ങനെ ചോദിക്കരുത്. പ്രവാചകനെ സംബന്ധിച്ച് വല്ലാതെ പുകഴ്ത്തി പാടി. എന്താ പറഞ്ഞത്? നാളത്തെ കാര്യം അറിയുന്ന ഒരാൾ നമ്മൾക്ക് ഇതാ വന്നിരിക്കുന്നു എന്ന് പാടുകയാണ്. നിർത്താൻ പറഞ്ഞു പ്രവാചകൻ, അവിടെ നിർത്ത്, ആ വരി മാറ്റുകയാളാ, എനിക്കൊന്നും അറിയില്ല, നാളത്തെ കാര്യം പറയാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ ആളുകൾ നാളത്തെ കാര്യം പറയുന്ന ആളുകളായിട്ട് മാറാൻ വേണ്ടി പലരും കൊതിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആശ്രമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടികുത്തിയിട്ട് നേർച്ചയുടെ കൊടിയും ഇതൊക്കെ എടുത്തിട്ട് നാളത്തെ കാര്യം, ഭാവി പ്രവചിക്കുന്നവർ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കും. നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമുൽ ഗൈബി വശഹാദ, പടച്ചറബിൻ്റെ സിഫത്താണത്. അത് മനുഷ്യർക്ക് കൊടുത്തിട്ടില്ല. അള്ളാഹു ഈ പ്രവാചകനെ അയച്ചത് ദൂതനായിട്ടാണ്. യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ് ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു സമീആണ്, ബസീറാണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് അള്ളാഹു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വഇലല്ലാഹി തുർജഉൽ ഉമൂർ. നിശ്ചയമായും അള്ളാഹു യഅലമു, അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആയത്തുൽ കുർസി അല്ലെ, അവിടെ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും പറയുന്നുണ്ട്. യഅലമു, അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം, അവരുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുമ്പിലുള്ളത് എന്താ? വർത്തമാനകാലം നമ്മുടെ മുമ്പിലുണ്ട്, കഴിഞ്ഞുപോയ ഭൂതവും നമുക്കറിയാം, ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. വരാനിരിക്കുന്നത് നമ്മുടെ ഇനി വരാനുള്ളതാണ്. വമാ ഖൽഫഹും, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും ചിലവർക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വരാനിരിക്കുന്നതുമൊക്കെ അറിയുന്നവൻ അവനാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. വേറെ ആർക്കും കഴിയില്ല. എന്നിട്ട് എന്താ പറയുക നോക്ക്, വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ. കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുന്നതും അവനിലേക്കാണ്. തീർത്തു, തൗഹീദിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു. ഇതാണ് ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നത് അവനിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്നുള്ളത് ശുപാർശയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷഫാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ ഇടയ്ക്ക് ഉദ്ധരിക്കാറുള്ളത്. എന്താ ശുപാർശയും അല്ലെങ്കിൽ ഷഫാഅത്തും ഈ അള്ളാഹുവിൻ്റെ അറിവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ശുപാർശ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മൾ ചെയ്യാറുണ്ട്. റെക്കമെൻഡ് ചെയ്യാതിരിക്കുക, ഇന്ന ഈ കത്തുമായിട്ട് വരുന്ന ഇന്ന വ്യക്തിക്ക് നിങ്ങൾ ഇത് കൊടുക്കണം, കാരണം അയാൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്, പരിചയപ്പെടുത്തുക. ആർക്കാ? ഞാനറിയുന്ന ഇയാളെ ഈ കത്തുമായി ചെല്ലുന്ന മനുഷ്യനെ അറിയാത്ത ഒരാൾക്ക് ഞാൻ അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ റെക്കമെൻഡ് കൊണ്ടാണ് ഇവൻ അവിടെ ജോലി എടുക്കണം എന്ന് പറയുന്നത്. കാരണം ജോലി കൊടുക്കുന്ന ആ ദാതാവിന്, എംപ്ലോയർക്ക് ഇവനെ പറ്റി അറിയില്ല, അതുകൊണ്ട് പരിചയപ്പെടുത്തുക. പടച്ചറബിൻ്റെ ആരും ഇങ്ങനെ കൊണ്ടു ചെല്ലണ്ട, ഒരു ശുപാർശൻ്റെ ആവശ്യമില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അവരുടെ നിലവിലുള്ള അവസ്ഥ, അവരുടെ ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാം പടച്ചറബിനറിയുന്നത് പോലെ ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇവർ പൂജിച്ചു കൊണ്ടിരിക്കുന്നതുണ്ടല്ലോ കുറേ പലതരത്തിൽപ്പെട്ട വിഗ്രഹങ്ങൾ, ദേവന്മാർ, അമ്പിയാക്കൾ, മലക്കുകൾ, എല്ലാവരും ഉണ്ട്. ഷെയ്ഖന്മാർ, വലിയകൾ, മൺമറഞ്ഞു പോയ മഹാന്മാർ, ഒരാൾക്കും അറിയില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഇവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ തന്നെ കൃത്യമായിട്ട് അറിയുന്നവൻ അല്ലാഹുവാണ്. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ. എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നത് അല്ലാഹുവിലേക്കാണ്.
എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിൻ്റെയും പരിണതി, ഓരോന്നിൻ്റെയും അന്ത്യം, അതിൻ്റെ പര്യവസാനം അതൊക്കെ അള്ളാഹുവിലേക്കാണ്. അവിടെ നിന്ന് തീരുമാനിക്കും. ഇവിടെ നിന്നല്ല തീരുമാനമാവുക. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്വർഗമാണ് എങ്കിൽ പടച്ചറബിനോടാ ചോദിക്കേണ്ടത്. സ്വർഗത്തിലേക്കെത്താൻ വേറെ കുറുക്കു വഴികളില്ല. ഒരു വഴിയാണ് അള്ളാഹു നിശ്ചയത്, അത് സിറാത്തുൽ മുസ്തഖീമാണ്. ആ സിറാത്തുൽ മുസ്തഖീം എന്താണ്, ഏതാണ് എന്ന് കാരുണ്യവാൻ റബ്ബ് കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിൻ്റെ വഴിയാണ്. അതിലേക്ക് വേറെ പലരെയും കടത്തിക്കൂട്ടിയിട്ട് മറ്റു പലരെയും വളഞ്ഞിരുന്നിട്ട് അള്ളാഹുവിൻ്റെ അർഹതപ്പെട്ട അള്ളാഹുവിനോട് ചെയ്യേണ്ട പ്രാർത്ഥനയും നേർച്ചകളുമൊക്കെ മറ്റുള്ളവരിലേക്ക് നൽകുമ്പോൾ അകപ്പെടുക വമ്പിച്ച നാശത്തിലായിരിക്കും, നഷ്ടത്തിലായിരിക്കുമെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താക്കീത് ചെയ്തുകൊണ്ടാണ് ഈ ആയത്ത് ഇവിടെ അവസാനിക്കുന്നത്. 76 വരെ, 73 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നേർക്കുനേരെ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തിട്ട് യാ അയ്യുഹന്നാസ്, എല്ലാവരെയും അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞത് ഇതാണ്. ഇതാ ഒരു ഉദാഹരണം, ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്താ പറഞ്ഞത്? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്നാൽ പോലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുവാനാവില്ല അവർക്ക്. ഈച്ചയെ സൃഷ്ടിക്കുക എന്നുള്ള മാത്രമല്ല, ഈച്ച ഇവരുടെ അടുത്ത് തട്ടിപ്പറിച്ചെടുക്കുന്ന ഒരു കാര്യമോ എന്തെങ്കിലും ഒരു കാര്യമോ അതെന്തും ആവാം, അതിൽ നിന്ന് ആ ഈച്ചയിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാനും ഇവർക്കാവില്ല, രക്ഷപ്പെടുത്തിയെടുക്കാൻ ഇവർക്കാവില്ല. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്നവനും ഈ പ്രാർത്ഥിക്കപ്പെടുന്നവരും രണ്ടും ദുർബലരാണ്. ലഅഫ ത്വാലിബു വൽ മത്ലൂബ് എന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാനെ മനസ്സിലാക്കേണ്ട കോലത്തിൽ ഇവരാരും മനസ്സിലാക്കിയിട്ടില്ല, തെറ്റായ കോലത്തിലാണ് മനസ്സിലാക്കിയത്. അതാണ് ലോകത്ത് നിരീശ്വരവാദികൾ പെടാനുള്ള കാരണം. നമ്മുടെ മക്കൾക്ക് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കണം ആരാണ് അള്ളാഹു. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് അള്ളാഹുവിൻ്റെ കഴിവിനെ സംബന്ധിച്ച, ശിർക്ക് ചെയ്യരുത്, ആരാണ് അള്ളാഹു എന്ന് കൃത്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം. ആരാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, ആരാണ്. ഏതോ ആളുകൾ ദൈവത്തിനെതിലൊക്കെ ധാരാളം ആളുകൾ ഭയങ്കരമായി ശാസ്ത്രത്തിൻ്റെ ആളുകൾ, യുക്തിയുടെ ആളുകൾ ഇതൊക്കെ രംഗത്ത് വരും. അവർ പറയുന്നത് അവർ വിചാരിച്ച ദൈവം അല്ല ഈ അള്ളാഹു, അവർ വിചാരിച്ച ദൈവമല്ല ഈ അള്ളാഹു. കവിയാണ്, അസീസാണ്, സമീ ആണ്, ബസീറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ധാരാളം ഗുണങ്ങൾ പറഞ്ഞു. അൽ അലിയാണ്, കബീറാണ്, കുറേ ഗുണങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതുള്ളവൻ ഏകനായ അള്ളാഹു മാത്രമാണ്, മറ്റാർക്കുമില്ല. ആ സൃഷ്ടാവ് അവൻ വിചാരിച്ചതല്ലാതെ അവൻ ഉദ്ദേശിച്ചതല്ലാതെ നടപ്പാക്കുവാൻ ലോകത്താർക്കും സാധ്യമല്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള അബദ്ധ സഞ്ചാരങ്ങളിൽ നിന്ന്, വഴികേടുകളിൽ നിന്ന് പടച്ചറബ് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ ദൈവവിശ്വാസം എന്നുള്ള കാര്യത്തിലാണ് ആളുകൾക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. പലപ്പോഴും ആളുകൾ ഈ നിരീശ്വരവാദവും അതുപോലെ തന്നെ ഈ ഈശ്വരവിശ്വാസം തന്നെ വേണ്ട എന്ന് മക്കളൊക്കെ വിചാരിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ തെറ്റായ സങ്കല്പങ്ങളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ സങ്കല്പം നമ്മളിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തെറ്റുമ്പോഴാണ് വിശ്വാസം തന്നെ വേണ്ടാന്ന് വിചാരിക്കും ആളുകൾ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്ന സമയത്ത്. അപ്പം അത് ഏതർത്ഥത്തിലും തടയണം നമ്മൾ. അത് മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ തെറ്റായ രൂപത്തിലുള്ള വിശ്വാസങ്ങളെ തെറ്റാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ ആയത്തുകൾ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, തൗഹീദിൻ്റെ വഴിയിൽ ഞങ്ങളുടെ പാദങ്ങളെയും മനസ്സുകളെയും നീ ഉറപ്പിച്ച് നിർത്തണമേ റബ്ബേ. എല്ലാവിധ തെറ്റായ സഞ്ചാരങ്ങളിൽ നിന്നും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയൊക്കെ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. മാരകമായ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ.
സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും പലരെയായി നീ തിരിച്ച് വിളിക്കുന്നുണ്ട് റഹ്മാൻ റബ്ബേ. അങ്ങനെ നിന്നിലേക്ക് യാത്രയായ ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകി നിൻ്റെ എല്ലാവിധത്തിലും പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഈ ദുനിയാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ അവരുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, കാരുണ്യവാന റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അതിക്രമകാരികളായ അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയൊക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ റബ്ബേ. പടച്ചറബേ, ഗസയിൽ അതിക്രൂരമായ രൂപത്തിൽ പട്ടിണിക്കിട്ട് കൊല്ലപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ റഹ്മാൻ റബ്ബേ, അവർക്ക് നീ ആശ്വാസം നൽകണമേ നാഥ. അള്ളാഹുവെ, സ്വന്തം ജനിച്ച മണ്ണിൽ അന്തസ്സോടുകൂടെ ഈമാനോടുകൂടെ ജീവിക്കുവാനുള്ള, സ്വതന്ത്രരായി ജീവിക്കുവാനുള്ള സാഹചര്യം അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കണമേ നാഥ. അവരെ നാട്ടിൽ നിന്നും പുറത്താക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ أنت وليها ومولاها يا رب العالمين. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك بإيمانك وإسلامك يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.